എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സദ്യ സ്റ്റൈലിലുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല രുചിയും മണവും ഉള്ളൊരു സാമ്പാറാണ്. നമ്മൾ ഒരുപാട് ടൈപ്പിലുള്ള സാമ്പാർ ഇട്ടിട്ടുണ്ട്. ഇത് വന്നിട്ട് തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുള്ള ഒരു സാമ്പാറാണ്. നല്ല രുചിയും മണവുമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രഷർ കുക്കറിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പരിപ്പ് ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മസൂർ പരിപ്പാണ്. ഇത് പെട്ടെന്ന് വേവുന്ന ഒരു പരിപ്പാണ്. സാമ്പാർ ദാലിൻ്റെ അതേ ടേസ്റ്റുമാണ്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ തുവരപ്പരിപ്പ് എടുക്കാവുന്നതാണ്. എനിക്കിവിടെ അലർജി ആയതുകൊണ്ട് അത് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് മസൂർ ദാൽ എടുത്തിരിക്കുന്നത്. തുവരപ്പരിപ്പാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വേവ് കൂടുതലായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ടൊരു 3-4 വിസിലെങ്കിലും വേണ്ടി വരും. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. നമ്മൾ സ്റ്റൗവിൻ്റെ തീ ഓൺ ആക്കിയിട്ടുണ്ട്. ചൂടായി കിടക്കുന്ന വെള്ളത്തിലേക്കാണ് നമ്മൾ പരിപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ പെട്ടെന്ന് വേവാത്ത പച്ചക്കറികൾ കുറച്ച് ചേർത്തിട്ടും കൂടെയാണ് പരിപ്പ് വേവിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു കിഴങ്ങ്, ഒരു ചെറിയ സവാള ക്യൂബാക്കിയത്, ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എപ്പോഴും നമ്മൾ പരിപ്പ് വേവിക്കുമ്പം അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ പരിപ്പ് പതഞ്ഞ് പൊങ്ങില്ല. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. ആ പരിപ്പിലേക്കും അതുപോലെ തന്നെ ചേർത്തിരിക്കുന്ന പച്ചക്കറിയിലേക്കും ഒക്കെ ഒരു എരിവൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചമുളക് ചേർക്കുന്നത്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. നമ്മളിവിടെ ഒരു 2 പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമ്മളിത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. നേരത്തെ പറഞ്ഞതുപോലെ മസൂർ ദാലാണെങ്കിൽ 1 വിസിൽ മതി. ഇനി തുവരപ്പരിപ്പാണെന്നുണ്ടെങ്കിൽ ഒരു 3 മുതൽ 4 വിസിൽ വരെ അടിച്ചെടുക്കണം. ഇനി നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്ന പച്ചക്കറികളെന്ന് പറയുന്നത് ഒരു പിടി ചെറിയ ഉള്ളി, പിന്നെ 2 വഴുതനങ്ങ, ഒരു 4-5 വെണ്ടയ്ക്ക, പിന്നെ ഒരു വലിയൊരു മുരിങ്ങയ്ക്കയുടെ പകുതി, പിന്നെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പിഴുപുളി കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ്. അതവിടെ മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് നമ്മളൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 5 വറ്റൽ മുളക് ചേർക്കുന്നുണ്ട്. ഇത് നല്ല എരിവുള്ള വറ്റൽ മുളകാണ്. കളറ് പക്ഷേ കുറവായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവസാനം കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കാം. മുഴുവനെയുള്ള ഉലുവയാണ്. മുഴുവനെയുള്ള ഉലുവ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അവസാനം ഉലുവപ്പൊടി ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മുഴുവനെയുള്ള മല്ലിയാണ്. 1.5 ടേബിൾ സ്പൂണാണ് മല്ലി ചേർത്തിരിക്കുന്നത്. മല്ലി മുളകൊന്നും ഇങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസാനം ഈ തേങ്ങ വറുത്ത് കഴിഞ്ഞിട്ട് പൊടികളായിട്ട് ചേർത്താൽ മതി. ഒരു 8 കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട്. ഒരുപാട് കൂടരുത് കുരുമുളക് ചേർക്കുമ്പോൾ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കടലപ്പരിപ്പാണ്. ഒരു 2 ടീസ്പൂണോളം കടലപ്പരിപ്പ് ചേർക്കുന്നുണ്ട്. കടലപ്പരിപ്പ് ചേർക്കുമ്പോൾ നമ്മുടെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു കൊഴുപ്പും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു 2 ചെറിയ ഉള്ളി വട്ടത്തിലായിരുന്നതും കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിന് മുൻപായിട്ട് നമ്മൾ ഈ ഒരു അരപ്പിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി നമുക്കിപ്പോഴേ ചേർക്കാം. ഇനി ബാക്കി പൊടികൾ എന്തെങ്കിലും നമുക്ക് ചേർക്കാനുണ്ടെങ്കിൽ ഈ തേങ്ങ നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രം ചേർക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിത് ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ എണ്ണ ഒട്ടും തന്നെ ചേർക്കാതാണ് ഈ തേങ്ങ വറുത്ത് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ ഇത് വറുത്ത് എടുക്കാവുന്നതാണ്. ഇത് വറുത്തെടുക്കുമ്പോൾ ഒരുപാടങ്ങ് കരിഞ്ഞ് ഒരു ഡാർക്ക് കളറൊന്നും ആവണ്ട. ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പരുവം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഈ നമ്മൾ എടുത്തിരിക്കുന്ന വറ്റൽ മുളകിന് അധികം കളറില്ലാത്തതാണ്. അപ്പം സാമ്പാറിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് കാശ്മീരി മുളക് പൊടിയാണ്. 1 ടീസ്പൂണോളം മുളക് പൊടി നമ്മൾ അവസാനം ഇതിലേക്കൊന്ന് ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ മുഴുവനുള്ള മല്ലിയൊന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വേണം നമ്മൾ മല്ലിപ്പൊടി ചേർക്കാനായിട്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ മൊത്തത്തിൽ നമ്മളൊരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. നമ്മളിതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് ഉലുവയുള്ളത് കാരണം ഞാൻ ബാക്കി ഉലുവ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. മുളക് പൊടി ചേർത്തതിന് ശേഷം ഒരുപാട് നേരമായിട്ട് ഇളക്കണ്ട, ഒരുപാട് മൂക്കണ്ട. അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് അരയ്ക്കേണ്ടത്. നമ്മുടെ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള തേങ്ങ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വലിയൊരു ഇരുമ്പ് ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളിൽ നിന്നും തക്കാളി ഒഴികെ ബാക്കിയെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് നേരം ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നമ്മളിങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ വഴറ്റി ചേർക്കുമ്പോൾ ഈ വെണ്ടയ്ക്ക അതുപോലെ തന്നെ മുരിങ്ങയ്ക്കയൊക്കെ നന്നായിട്ട് വേവണം. അതുപോലെ തന്നെ അത് ഒത്തിരി അടർന്നു പോകുകയില്ല നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് നേരം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ കറിവേപ്പില തേങ്ങ വറുത്തപ്പം ചേർത്തു, അതുപോലെ തന്നെ പരിപ്പ് വേവിച്ചപ്പോൾ ചേർത്തിട്ടില്ല. കാരണം കുക്കറിൽ കറിവേപ്പില ഇടുന്നത് അത്ര സേഫ് അല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ കറിവേപ്പില ഈ പച്ചക്കറികളുടെ കൂടെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കാം. തക്കാളിയൊന്നും ആദ്യമേ അരിഞ്ഞു വെക്കണ്ട, നമ്മളിതിലേക്ക് ചേർക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് വേണം തക്കാളി അരിഞ്ഞു വെക്കാനായിട്ട്. തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിനി ഇതിലേക്ക് പുളിവെള്ളമാണ് ചേർക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പുളിവെള്ളം പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കാം. പുളിവെള്ളത്തിൽ കിടന്ന് പച്ചക്കറികൾ വേകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി അല്പം ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. പുളിവെള്ളം ചേർത്തൊരു മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പ്രഷർ കുക്കറിൽ വേവിക്കാൻ വെച്ചിരുന്ന പരിപ്പ് ഇതിലേക്ക് ചേർക്കാം. പരിപ്പിൻ്റെ ഒപ്പം തന്നെ ക്യാരറ്റും കിഴങ്ങും ഉള്ളിയൊക്കെ ഉണ്ട്. പരിപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ പരിപ്പിൽ അതുപോലെ തന്നെ പുളിവെള്ളത്തിലും കിടന്നാണ് പച്ചക്കറി ബാക്കിയുള്ളത് വേവേണ്ടത്. പരിപ്പിൽ കിടന്ന് പച്ചക്കറികളൊക്കെ ഒരു 1/4 പരുവം വേവ് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ വെള്ളം ചേർത്തിട്ട് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ വറുത്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ കായൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാതിന് ശേഷം എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി തേങ്ങ വറുത്തതിൽ കിടന്ന് ഈ കഷ്ണങ്ങളൊക്കെ ഒന്നുകൂടെ ബാക്കിയും കൂടെ വെന്ത് വരുമ്പോഴാണ് നമ്മുടെ സാമ്പാർ റെഡിയാവുന്നത്. ഈ സാമ്പാറിലേക്ക് നിങ്ങൾക്ക് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. അപ്പം നല്ലൊരു ടേസ്റ്റൊക്കെ ബാലൻസ് ആയിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് ചേർക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി താളിച്ചതാണ് ചേർക്കുന്നത്. ഈ താളിച്ചത് കൂടി ചേർത്തിട്ട് ഇളക്കരുത്, അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇളക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള സദ്യ സ്റ്റൈലിലുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഈ ഓണത്തിന് തീർച്ചയായിട്ടും നിങ്ങൾ ഈ രീതിയിലൊന്ന് സാമ്പാർ ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കല്യാണ സദ്യക്കൊക്കെ പോയി കഴിക്കുന്ന സാമ്പാറിൻ്റെ അതേ രുചിയിൽ വരുന്നൊരു സാമ്പാറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലിട്ട ഓണം റെസിപ്പീസ് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ കൂടുതൽ റെസിപ്പീസ് വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്